അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട പ്രോഗ്രാം ഒരു ഇയർ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഒരു ഇയർ ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ആദ്യം അറിയേണ്ടത്. അത് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ പറഞ്ഞേ, ഒരു വർഷം തന്നു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നു? അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ആ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കും. ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണോ? 100 ഡിവിസിബിൾ ആണോ? അല്ല. എങ്ങനെയാ ഒന്നുകൂടെ പറഞ്ഞേ. 100 4 കൊണ്ട് ഡിവിസിബിൾ. 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നാലായിട്ടായിരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ലേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വർഷവും ലീപ്പ് ഇയർ അല്ല. പിന്നെ 100 ഡിവിസിബിൾ ആണോ നോക്കും. 100 ഡിവിസിബിൾ അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആണ്. ആണെങ്കിൽ പിന്നെയും 400 ഡിവിസിബിൾ ആണോ നോക്കണം. ആണെങ്കിൽ ലീപ്പ് ഇയർ ആണ്. അതാണ് ശരി. അപ്പോൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആകാൻ സാധ്യതയുണ്ട്. അത് ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 100 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആണ്. 100 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആകണമെങ്കിൽ 400 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് ലീപ്പ് ഇയർ ആണെന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്സ്. ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. 100 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആകണമെങ്കിൽ 400 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. മനസ്സിലായോ? ഈ കണ്ടീഷൻസ് മനസ്സിലായോ എല്ലാവർക്കും? ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. 4 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആകണമെങ്കിൽ 400 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് കണ്ടീഷൻ. ഇനി അതെങ്ങനെ ഇഫ് ഉപയോഗിച്ച് എഴുതാമെന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഇയർ ഇൻപുട്ടായിട്ട് എടുക്കണം. അതെങ്ങനെ? ഇയർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇയർ ഇൻഡിജർ ആയിരിക്കും. അപ്പോൾ ഇൻപുട്ടിലേക്ക് എടുക്കുന്ന ഇൻപുട്ട് ഫംഗ്ഷൻ വഴി എടുക്കുന്നതിലെ സ്ട്രിങ് ആയിരിക്കും. അത് ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഇൻഡ് ഉപയോഗിച്ചു. അപ്പോൾ ഇൻപുട്ട് എൻ്റർ എ ഇയർ എന്ന് കൊടുത്തു. ഒരു ഇയർ എൻ്റർ ചെയ്യാൻ കൊടുത്തു. അത് ഇയർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? ഇഫ് കൊടുക്കണം. ഇഫ്
എന്താ ചെക്ക് ചെയ്യേണ്ടത്? റിമൈൻഡർ ഇയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെ ഇവിടെ ഒരു കണ്ടീഷനായിട്ട് കൊടുക്കാൻ പറ്റും? മാത്തമാറ്റിക്കൽ കണ്ടീഷനായിട്ട് കണ്ടീഷൻ പറഞ്ഞു, എന്ത് കണ്ടീഷനാണ് അവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. റിമൈൻഡർ 0 ആണോ നോക്കിയപ്പോഴേ റിമൈൻഡർ 0 ആണോ? ഇയർ റിമൈൻഡർ 4 കൊടുത്താ റിമൈൻഡർ 0 ആണോ എന്ന് എങ്ങനെ നോക്കുന്നത്? കണ്ടീഷൻ പറ, എന്താ ഏതൊക്കെ സിമ്പിൾസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. പെർസെന്റേജ് സിമ്പിൾ, ഇയർ പെർസെന്റേജ് 4 ഡബിൾ ഈക്വൽ ടു 0. ഡബിൾ ഈക്വൽ ടു 0. ഇയർ പെർസെന്റേജ് 4 ഡബിൾ ഈക്വൽ ടു 0 കോളൻ. അല്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? ഇനി 100ന്റെ ഇനി എന്ത് ചെയ്യണ്ടേ? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പൊ വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ എഴുതണം അല്ലേ? ആണോ? ആണ്. ഇഫ് ഇയർ പെർസെന്റേജ് 100 ഈക്വൽ ടു 0 കോളൻ. ഇനിയോ? ഇനി എന്ത് ചെയ്യണം? കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്തു. പറ്റുമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഒരു ഇഫ് കൂടെ കൊടുക്കണം. ഇഫ് ഇയർ പെർസെന്റേജ് 400 ഈക്വൽ ടു 0. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. പറ്റുമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. അതും പറ്റുമെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇനി എന്ത് ചെയ്യണം? പ്രിന്റ് ഇയർ ഈസ് എ ലീപ് ഇയർ. ലീപ് ഇയർ മാത്രം ചോദിക്കും. ലീപ് ഇയർ. ഓക്കെ. ഇനി എന്താ ചെയ്യണ്ടേ? ലീപ് ഇയർ അല്ലാത്ത വർഷങ്ങൾ പ്രിന്റ് ചെയ്യണമല്ലോ. അതെന്ത് ചെയ്യണം? എൽസ് എവിടെയാ കൊടുക്കേണ്ടത്? ഈഫിന്റെ ലാസ്റ്റിലത്തെ ഈഫിന് താഴെയാണോ? അല്ല, എല്ലാത്തിനും കൊടുക്കണ്ടേ? 100 പിന്നെ ഡിവിസിബിൾ അല്ലെങ്കിൽ ലീപ് ഇയർ ആണെന്നുള്ള കൊടുക്കണ്ടേ എൽസ് കണ്ടീഷനില്? അത് കൊടുക്കണം. അപ്പൊ ആദ്യം എന്താ ഇവിടെ ടൈപ്പ് ചെയ്യണ്ടേ? പിന്നെ 400 അല്ലെങ്കിൽ ലീപ് ഇയർ അല്ല എന്നുള്ള കൊടുക്കണ്ടേ? അത് കൊടുക്കണം. അപ്പൊ എൽസ് ഇവിടെ എന്ത് കൊടുക്കണം? പ്രിന്റ് അതായത് ഇപ്പൊ ചെയ്തത് ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതും ഡിവിസിബിൾ ആണെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതും ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ് ഇയർ ആണ്.
ഡിവിസിബിൾ അല്ലെങ്കിൽ ലീപ്പ് ഇയർ അല്ല. ഇനി എന്ത് ചെയ്യണം? ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 400 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതെന്തായിരിക്കും? ലീപ്പ് ഇയർ ആവും. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു എൽസ് കൊടുക്കണം. ഈ സെക്കൻഡ് ഇഫിന് നേരെ താഴെ ഒരു എൽസ് കൊടുക്കണം അല്ലേ? സെക്കൻഡ് ഇഫിന് നേരെ താഴെ ഒരു എൽസ് കൊടുക്കണം. അവിടെ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് ഇയർ ഈസ് എ ലീപ്പ് ഇയർ എന്ന് കൊടുക്കണം. ഇനി എന്താ ചെയ്യണ്ടേ? അത്ര മതിയോ? ഫസ്റ്റ് ഇഫിന് എൽസ് കൊടുക്കണം. ഫസ്റ്റ് ഇഫിന് എൽസ് കൊടുക്കണം. അവിടെ എന്താ കൊടുക്കേണ്ടത്? ലീപ്പ് ഇയർ അല്ലാന്ന് 4 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ ലീപ്പ് ഇയർ അല്ലല്ലോ. അപ്പൊ 4 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് കൊടുക്കണം? ലീപ്പ് ഇയർ അല്ല എന്ന് കൊടുക്കണം. ഇറ്റ്സ് നോട്ട് എ ലീപ്പ് ഇയർ. ഈ ഇൻഡന്റേഷൻ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ എല്ലാം കറക്റ്റ് ആയി. ഇൻഡന്റേഷൻ കറക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ റെഡ് കളർ കാണിച്ചിരുന്നല്ലോ, അതിനെല്ലാം ബാക്കിലേക്ക് ആക്കുക. എന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഈഫിന്റെ ലെവലിലേക്കെല്ലാം ആക്കുക. എന്നിട്ട് ആദ്യത്തെ ഈഫിന് ഒരു ടാബ് അടിക്കുക, രണ്ടാമത്തെ ഈഫിന് 2 ടാബ് അടിക്കുക, അതിനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റിന് 3 ടാബ് അടിക്കുക. എന്നിട്ട് ഈ മൂന്നാമത്തെ ഈഫിന് നേരെ താഴെ വരാൻ എൽസ് ഇങ്ങേ അറ്റം കൊണ്ട് വെച്ചിട്ട് 2 ടാബ് അടിക്കുക. അതിനുള്ളിലുള്ള പ്രിന്റിന് 3 ടാബ് അടിക്കുക. സെക്കൻഡ് ഇഫിന് താഴെയുള്ള എൽസ് വരാൻ 1 ടാബ് അടിക്കുക. അതിനുള്ളിലെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരാൻ 2 ടാബ് അടിക്കുക. ഈ എൽസ് ഇതിന് നേരെ എഴുതുക, അതിനുള്ളിലെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന് 1 ടാബ് അടിക്കുക. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണ് ഏത് വർഷമാണ് കൊടുക്കണ്ടേ? 2016 കൊടുക്കാം. എന്റർ. 2016 ലീപ്പ് ഇയർ ആണ്. ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു ലീപ്പ് ഇയർ ആണ്. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 2000 കൊടുത്ത് നോക്കാം. 2000 ലീപ്പ് ഇയർ ആണ്. 2000 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 100 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാം, എന്താ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 400 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ലീപ്പ് ഇയർ ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ വേറൊരു കണ്ടീഷൻ ഉള്ളത്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ചെക്ക് ചെയ്തു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു നമ്പർ പറഞ്ഞു. ഉം, 2100. അത് ലീപ്പ് ഇയർ അല്ല. അതെന്തുകൊണ്ടാ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
ലീപ്പ് ഇയർ അല്ല. ഇങ്ങനെയാണ് 3 രീതിയിൽ 3 സ്റ്റെപ്സ് വെച്ച് ചെയ്യുന്നത്. 3 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം, പറ്റുമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്, പറ്റുമെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലീപ്പ് ഇയർ ആണ്, അല്ലെങ്കിൽ ലീപ്പ് ഇയർ അല്ല. ഇതാണ് പ്രോഗ്രാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ലോജിക്, ഈ സ്റ്റെപ്സ് അറിയാമെങ്കിൽ നമുക്ക് എറർ വരാൻ സാധ്യതയുള്ളത് ഈ കോളൻ ഇടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻഡന്റേഷന്റെ എറർ വരികയാണ്. ആ 2 എററുകളാണ് ഇതിൽ വരാൻ സാധ്യത. ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ആ ഓക്കെ. അപ്പോൾ നമുക്ക് ഇഫ് ലൂപ്പ് കഴിഞ്ഞു. ഇഫ് മനസ്സിലായി, ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പറയാം. ഇഫ് അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. ഇഫ് കൊടുക്കുക, ഒരു കണ്ടീഷൻ, കോളൻ, സ്റ്റേറ്റ്മെന്റ്സ്. അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എൽസിന് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇഫ് എൽസ്. അതിൽ മറ്റുള്ള പ്രോഗ്രാമിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളത് ഇവിടെ ഇഫിനുള്ളിലാണ് ആ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് കാണിക്കാനുള്ള ബ്രാക്കറ്റ് ഇടാറില്ല. അതിന് വേറെ ഇൻഡന്റേഷൻ ആണ്. ഇൻഡന്റേഷൻ എറർ വരാൻ കൂടുതൽ സാധ്യതയാണ്. അതിപ്പോൾ കൃത്യമായിട്ട് കൊടുക്കണം. അതെങ്ങനെ അത് കറക്റ്റ് ചെയ്യാം, ഇൻഡന്റേഷൻ എറർ വന്നാൽ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം ഒരു ലൈനിലാക്കുക. ആദ്യത്തെ ഇഫിന് ലെവലിലാക്കുക എല്ലാം. എന്നിട്ട് അതിനുള്ളിലുള്ള ഇഫ് ഒരു ടാബ് അടിക്കുക. ആ രണ്ടാമത്തെ ഇഫിനുള്ളിൽ വീണ്ടും ഒരു ഇഫ് ഉണ്ടെങ്കിൽ 2 ടാബ് അടിക്കുക. അതിനുള്ളിലെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് 3 ടാബ് അടിക്കുക. അങ്ങനെ ടാബുകളുടെ എണ്ണം കൂട്ടി സക്സസീവായിട്ട് കൂട്ടി ഒരു ഇഫിനുള്ളിലെ ഇഫിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇൻഡന്റേഷൻ എറർ കറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഫ് എൽസ് നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ എൽസ് ഇഫ് ഉപയോഗിക്കാം. എൽസ് ഇഫ് ഇവിടെ എഴുതുന്നത് ELIF എന്നാണ്. അതിനും കോളൻ ഉണ്ട്. അതിന്റെ ഫ്ലോ ചാർട്ട് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നെസ്റ്റഡ് ഇഫ്. ഈ എൽസ് ഇഫ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് നെസ്റ്റഡ് ഇഫ് ഉപയോഗിക്കാം. ഒരു ഇഫ് കണ്ടീഷനുള്ളിൽ വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ വരുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതിന്റെ 2 എക്സാമ്പിൾ നമ്മൾ ചെയ്തു. ഒന്ന് 3 നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം കണ്ടു. പിന്നെ ഒരു വർഷം കൊടുത്തു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമും കണ്ടു. അപ്പോൾ ഇഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഫ് എൽസ് ഇഫ് എൽസ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഇത് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൂപ്പാണ്. ലൂപ്പ് 2 തരം ഉണ്ട് മെയിനായിട്ട്. ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. അതാണ് ഇനി പഠിക്കാനുള്ളത്. ഇതിപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായി. ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ വേറൊരു ലിങ്ക് അയച്ചു തരാം.